ഞാനും തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരം. അതിന് വേണ്ടിയിട്ട് 2 ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. എണ്ണ, വെള്ളം, പഞ്ചസാര. ഈ ഏത്തപ്പഴം നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊണ്ടുവരാം. ഈ രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ, എങ്കിലേ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മൊത്തത്തിൽ ഉടച്ചു കൊണ്ടുവരാം. ഈ കൈ വെച്ച് നമുക്കിങ്ങനെ നല്ലവണ്ണം ഉടച്ചെടുക്കാം. സ്പൂണൊക്കെ ഇട്ട് ഉടച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടില്ല. നമുക്കത് ബോളാക്കി എടുക്കാനുള്ളതാണ്. നല്ലതുപോലെ ഉടച്ച് വെച്ചിട്ട് നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഈ മാവ് നമുക്കിതിലോട്ടിട്ട് 1 സ്പൂണ് പഞ്ചസാര ചേർക്കാം. നമ്മൾ 4 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് കൂട്ട് തയ്യാറായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് ബോൾ ഇതിൽ മുക്കിയെടുക്കേണ്ടതാണ്. പരുവത്തിന് കൂട്ട് തയ്യാറാക്കി എടുക്കാം. നമുക്ക് വെള്ളം കൂടിപ്പോണെങ്കിൽ അല്പം മാവിട്ട് കുറുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരുന്ന പഴം ബോളുകളാക്കി എടുക്കാം. എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം ഇത് ബോളാക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊട്ടും. ഇനി നമുക്ക് ബോളാക്കി എടുക്കാം. നമുക്ക് വലിപ്പം കൂടുതലാണ് വേണമെങ്കിൽ വലിപ്പം കൂടുതലായിട്ട് എടുക്കാം. ഞാൻ ഈ പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്കെടുക്കാം. എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടി ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഉരുട്ടി നമ്മളിങ്ങനെ ബോളാക്കി വെച്ചിരിക്കുന്നത് മാവിൽ മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. നന്നായി ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ കളറാകുമ്പോൾ നമുക്കെടുക്കാം. ഒരു ഗോൾഡ് കളറായിട്ടുണ്ട്. ഇതെന്ത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ 4 മണി പലഹാരം റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.